എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയും സോറോയും അവർ രണ്ടുപേരും ആ ഒരു അപ്പാപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ ആ ഒരു ഫൈറ്റ് അതവിടെ ക്വിറ്റ് ചെയ്യുകയാണ്. ഞാൻ തോറ്റു, നിങ്ങൾക്ക് ആ കീ അതെടുക്കാം, ഓൾറെഡി ആ കീ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളതെന്ന് ചോദിക്കും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ചമ്മി ഐസായി പോവാണ്. ഉടനെ സോറോയും ലൂഫിയും അവരാ കീയുമായിട്ട് ലോക്കിയെ തേടി പോവും. റോഡോ ആണെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ട് തിരികെ പോവാണ് ആ ഒരു ഫ്ലൈയിങ് കപ്പലിൽ. ആ കുങ്കോ ആണെങ്കിൽ അറ്റാക്ക് ചെയ്ത രണ്ട് സോൾജേഴ്സിനെ തൂക്കിയെടുത്ത് കപ്പലിലിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നാമി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ്. കാരണം അവൾ ഒരുപാടധികം അസറ്റ്സും സ്വർണവും പണവും ഒക്കെ എക്സ്പെക്ട് ചെയ്താണ് ആ കാസ്റ്റിലേക്ക് പോയത്. ഓ നോ, എൽഫുകൾ ഇത്രയധികം പിച്ചക്കാരായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറച്ചെങ്കിലും മര്യാദ എൻ്റെ സ്വപ്നങ്ങൾക്ക് തന്നൂടെ. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടെയാണ് ആ കാസ്റ്റിലേക്ക് ചെന്നത്. ഒരു രൂപയുടെ തൊട്ടുപോലും ഉണ്ടായിരുന്നില്ല. ഇതെനിക്കൊരു കനത്ത അപമാനമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും റോഡോയോട് തന്നെ ദേഷ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 1 കിലോ സ്വർണം കിട്ടിയതുപോലെ ഞാൻ സംതൃപ്തിപ്പെട്ടേനെ. നിങ്ങൾ ലോക്കിയെ രക്ഷപ്പെടുത്തിയാൽ എനിക്കെന്ത്, രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കെന്ത്, എനിക്ക് ആവശ്യം അത് ട്രഷറുകൾ മാത്രമാണെന്ന് പറയും. അടുത്ത നിമിഷം അടികൊണ്ട് കിടന്ന ആ സെക്യൂരിറ്റീസ് അവരാണെങ്കിൽ അത് കേട്ട് എഴുന്നേൽക്കുകയാണ്. എന്ത്, ലോക്കിയെ രക്ഷപ്പെടുത്താൻ പോകുന്നെന്നോ? ആരാണ് അത് ചെയ്യുന്നത് ചോദിക്കും. ഇവിടെ റോഡോയ്ക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയില്ല. അവനാണെങ്കിൽ ഭയന്ന് വല്ലാതെ പരുങ്ങാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അത് ലോക്കിയെന്നല്ല, കടം മേടിച്ച പൈസയുടെ ബാക്കിയെന്നാണ് പറഞ്ഞത്. അവർ കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടെ ഉറങ്ങാനായിട്ട് അവൻ പറയും. അവരാണെങ്കിൽ അത് വിശ്വസിച്ച് ഇപ്പൊ വീണ്ടും ക്യാഷ്ലായിട്ട് കിടന്നുറങ്ങും. റോഡോ ആണെങ്കിൽ നാമിയുടെ കാല് പിടിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് കേട്ടാ അവർ തല്ലിക്കൊല്ലാൻ പോകുന്നത് ആദ്യം എന്നെയായിരിക്കും എന്ന് പറയും. നാമിയാണെങ്കിൽ നിർത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ആ കോട്ട മുഴുവൻ അലഞ്ഞു നടന്ന് എൻ്റെ കാലിൽ കിടന്ന് ചെരുപ്പ് തേഞ്ഞു തീർന്നു. അത് കോട്ടയല്ല, ഓട്ടയാണ്, അതിലൊന്നുമില്ല പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ബഹളം വയ്ക്കും. റോഡോ ആണെങ്കിൽ അവളോട് ബെഗ് ചെയ്യും, ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്കായിരിക്കും വലിയ പണിഷ്മെന്റ് കിട്ടുക. നാമിയാണെങ്കിൽ ഇവിടെ നിലവിളിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റിപ്ലൈ ആണെങ്കിൽ ഫ്രാങ്കയെ ആ കാട് മുഴുവൻ ചുറ്റി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രാങ്കിക്ക് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. റയറായിട്ടുള്ള ആ മരങ്ങൾ അതവിടെ ധാരാളമുണ്ട്. ഇത്രയും വലിയ ഈ റയർ മരങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും സെക്കൻഡുകൾ കൊണ്ട് കോടീശ്വരന്മാരായി മാറാൻ കഴിയുമെന്ന് പറയും. ഫ്രാങ്കി ആണെങ്കിൽ മാനത്ത് നോക്കി നടന്ന് താഴേക്ക് വീഴുമ്പോൾ റിപ്ലൈ ആണെങ്കിൽ അവനങ്ങനെ ഉയർത്തിയെടുക്കും. കണ്ണ് തെളിച്ച് നോക്കി നടക്ക്. ആക്ച്വലി ഈ ആഡം ട്രീയിൽ ഒരുപാട് വലിയ ബ്രാഞ്ചുകളുണ്ട്, അവിടെയാണ് ഒത്തിരി ഗ്രാമങ്ങളുള്ളത് എന്ന് അവൾ പറയും. ഈ മരത്തിന്റെ ഓരോരോ ബ്രാഞ്ചിനും വലിയ ലെജൻഡറി സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പൊ അതിൽ ടിപ്പിലുള്ള വലിയ ഒരു ബ്രാഞ്ച് കാണിക്കുകയാണ് ഓഗൺ വില്ലേജ്. അതുള്ളത് ഈ ഒരു ബ്രാഞ്ചിന്റെ മുകളിലാണെന്ന് അവൾ പറയും. ഇവിടെയുള്ള എല്ലാ ബ്രാഞ്ചുകളും വളരെ സേഫ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്. അവിടെയാണ് വില്ലേജുകളെല്ലാം ഉള്ളത്. പക്ഷെ ആ ഒരു വില്ലേജ് ഒരു ബ്രാഞ്ചിന്റെ ടിപ്പിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു മിന്നൽ അവിടെ ആഞ്ഞടിച്ചു. മിന്നലില് ആ ബ്രാഞ്ച് അങ്ങനെ കത്തി എരിയാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ചുകളിലേക്കും അത് സ്പ്രെഡ് ആവുമെന്ന് മനസ്സിലാക്കി. സോ തീ അണയ്ക്കാൻ കഴിയാതെ ആ ഒരു ബ്രാഞ്ച് അതങ്ങനെ കട്ട് ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. ആഡം ട്രീയുടെ അത്രയും വലിയൊരു ബ്രാഞ്ച് മുറിച്ചു മാറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. പക്ഷെ ആഡം ട്രീക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതിപ്പോഴും അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ഈ എൽബോഫിന്റെ ഏറ്റവും വലിയ ചലഞ്ച് അത് ഇടിയും മിന്നലും ഒക്കെയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ പാർട്ടി നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ മണിക്കൂറുകളായിട്ട് പാർട്ടി അങ്ങനെ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടവും പാട്ടവും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്യും. നാമിയാണെങ്കിൽ അവിടേക്ക് തിരികെ എത്തും. അപ്പോഴായിരിക്കും കുടിച്ച് കിറങ്ങിയിരിക്കുന്ന ഉസോപ്പിനെ കാണിക്കുക. നാമി, നീ നമ്മുടെ സോറോയെയും ലൂഫിയെയും കണ്ടോ? ഞാൻ ഒരുപാട് നേരമായി അവരെ അന്വേഷിക്കുന്നു എന്ന് അവനങ്ങനെ ആടിത്തൂങ്ങി അവളോട് പറയും. നാമയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, അവരിവിടെയൊക്കെ തന്നെയുണ്ട്, കറങ്ങി നടക്കുകയാണ്, എൽബോഫ് കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത്. അത് കേട്ട് ഉസോപ്പാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിനക്കൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളുടെ ഷോൾഡറിൽ പിടിച്ച് ടേൺ ചെയ്ത് ആ ഒരു അപ്പാപ്പനെ കാണിച്ചു കൊടുക്കും. ഈ ഒരു വലിയ താടിക്കാരനാണ് ജെറുൾ. അദ്ദേഹം നല്ലൊരു നാവിഗേറ്ററാണ്. എവിടെ കൊണ്ടുവന്നിട്ടാലും അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ എത്തിക്കും. അതിനുശേഷം ഉസോപ്പാണെങ്കിൽ ഇപ്പൊ നാമിയെ പരിചയപ്പെടുത്തും. ഇതാണ് ഞങ്ങളുടെ നാവിഗേറ്റർ, ഇവളും ശരിക്കും അടിപൊളിയാണെന്ന് പറയും. ഉടനെ ആ വെള്ളത്താടിക്കാരനാണെങ്കിൽ അവളെ നോക്കി പറയും, വാവ്, നിന്നെ കാണാൻ സുന്ദരിയായിരിക്കുന്നു. ഉസോപ്പിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഓ നോ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ
അപ്രകാരം നീ പറയും. ഇത്ര നേരവും നിന്റെ അടുത്ത് സംസാരിച്ച ഞാനല്ലേ? എന്നിട്ട് ഒരിക്കലെങ്കിലും ഞാൻ സുന്ദരനാണെന്ന് നീ പറഞ്ഞോ? ഇപ്പൊ കണ്ട ഇവളാണ് നിന്റെ കണ്ണിൽ സുന്ദരിയല്ലേ? ഇത് ശരിക്കും വളരെ മോശമാണെന്ന് വികാരഭരിതനായി അവൻ പറയും. ബ്രോഹിയാണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. ഓ നോ, അദ്ദേഹം ഞങ്ങളുടെ ഈ ഐലാൻഡിലെ ചീഫാണ്. ഒരിക്കലും അദ്ദേഹത്തോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇവിടെ താടിക്കാരൻ ജെറിലാണെങ്കിൽ ഇപ്പോൾ ഉസോപ്പ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ചിരിച്ചു കൊണ്ടേയിരിക്കും. ഉസോപ്പിന് കൺട്രോൾ പോവും. അദ്ദേഹത്തിന്റെ തലയിൽ കുത്തി ഇറങ്ങിയിരിക്കുന്ന ആ സ്വാഡിന് മുകളിലേക്ക് ഉസോപ്പ് അങ്ങനെ ഹായ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇപ്രകാരം അപമാനിക്കുകയും ചോദിച്ച് അതിലൊരു ചവിട്ട് വെച്ചു കൊടുക്കും. ആ ഒരു ചവിട്ടിലാണെങ്കിൽ കൺട്രോൾ പോയ ജെറിലാണെങ്കിൽ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ചുറ്റുമുള്ള ജൈൻസ് എല്ലാവരും ആ കാഴ്ച കണ്ട് ടെൻഷനായി പാനിക്കായി ജെറോളിന്റെ അടുത്തേക്ക് ഓടി വരും. ഉസോപ്പ് ആണെങ്കിൽ അപ്പോഴും നിർത്താതെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രോഹി ആണെങ്കിൽ ഉസോപ്പിനെ പിടിച്ചു വെക്കും. അദ്ദേഹം ഞങ്ങളുടെ ചീഫാണ്, നീ ഇനിയും അദ്ദേഹത്തെ അപമാനിക്കാൻ പാടില്ല. പക്ഷെ ഉസോപ്പ് അൺകൺട്രോൾഡ് ആയിട്ട് വിളിച്ചു പറയും, ആ അപ്പാപ്പനെ ഞാൻ എൻ്റെ കൈകൊണ്ട് തല്ലിക്കൊല്ലും. അയാളുടെ സ്വാഡ് അതാരെങ്കിലും വലിച്ചൂരി കൊടുക്ക്. എനിക്കത് രണ്ടാമതൊന്നും കൂടെ അദ്ദേഹത്തിന്റെ തലയിൽ കുത്തി ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം വെക്കുകയാണ്. ഇവിടെ നാമിക്കാണെങ്കിൽ അവളുടെ ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. അവൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ബ്രൂക്കും ഗിറ്റാറൊക്കെ വായിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് നാമിയുടെ അരികിലേക്ക് വന്ന് അവളെ കളിയാക്കാനായിട്ട് തുടങ്ങും. അത് കേൾക്കുമ്പോൾ നാമിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ജിംബൈ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കും. ഉസോപ്പിന്റെ ഒരുപാട് നാളത്തെ വലിയ ആഗ്രഹമായിരുന്നു എൽബോ ഐലാൻഡിലേക്ക് വന്ന് അവിടെ അടിച്ചു പൊളിക്കണം, ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവൻ ചെയ്യുന്നതും പറയുന്നൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. ജിംബൈ ആണെങ്കിൽ അത് കണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇവിടെ കോളംബൈൻ ആണെങ്കിൽ നൈസായിട്ട് ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ മറ്റൊരാളാണെങ്കിൽ അത് കൈയോടുകൂടെ പൊക്കും. അതൊരു പയ്യനാണെന്ന് പറഞ്ഞ് ആ ഡ്രിങ്ക്സ് അങ്ങനെ പിടിച്ചു മേടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ദൂരത്ത് നിന്ന് നാമിയെ നോക്കും. അവൾ സേഫാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അതിരിക്കട്ടെ, ആ ഗേർഡ് അവൾ എവിടെയും ചിന്തിച്ച് അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും അവളിപ്പോ ആ ഒരു കാസ്റ്റിൽ നിന്ന് പരിക്ക് പറ്റി കൊണ്ടുവന്ന ആ ഒരു ഗാർഡ്സിന് ട്രീറ്റ്മെന്റും മെഡിസിനും ഒക്കെ കൊടുക്കുന്ന തിരക്കിലായിരിക്കും. അവളാണെങ്കിൽ ആ സെക്യൂരിറ്റീസിനെ വളരെ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, കുറച്ച് എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഷാർപ്പായിട്ടുള്ള എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഇവരെ ആഞ്ഞടിച്ചതാണ്. ഇതിന്റെ പിന്നിൽ മനുഷ്യരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവർ നിസ്സാരക്കാരായിട്ടുള്ള ആൾക്കാരല്ല, വാരിയേഴ്സ് ആണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവൾ കുറച്ച് ടെററായിട്ട് റോഡോയോട് ചോദിക്കും. അയ്യോ ഇല്ല, എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. കാസ്റ്റിലൊന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത്. അതുപോലൊരു കാസ്റ്റില് എൻ്റെ സ്വപ്നമാണ്. എനിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ആ വലിയ ഗേറ്റ് തകർന്നു കിടക്കുന്നതും ഇവർ പരുക്ക് പറ്റി കിടക്കുന്നതും ഞാൻ കണ്ടത്. അത് കണ്ട് ഷോക്കായി ഞാൻ ഇവർ ഇവിടേക്ക് കൊണ്ടുവന്നു. അതാണ് സംഭവിച്ചതെന്ന് വളരെ കാഷ്വലായിട്ട് അവൻ പറയും. അവളാണെങ്കിൽ അട്ടിമുടി അവനെ ഒന്ന് നോക്കും. ഇവിടെ ഇത്രയും തണുപ്പുണ്ടായിട്ടും നീ എന്തുകൊണ്ടാണ് വിയർത്തൊലിക്കുന്നത്? സത്യത്തിൽ നീ എന്താണ് മറയ്ക്കുന്നത്? എന്താ അവിടെ സംഭവിച്ചേ? അത് കേട്ട് അവൻ ഷോക്കാവും. ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ എങ്ങനെ ഈ കാര്യം ഹൈഡ് ചെയ്ത് വെക്കും? ലോക്കയെ തുറന്നു വിടാൻ കീ അന്വേഷിച്ചാണ് അവിടേക്ക് പോയെന്ന് അറിഞ്ഞാൽ അവൾ എന്നെ ഒറ്റയടിക്ക് കൊന്നുകളയും. അതെന്റെ ജീവൻ ആപത്താണ്. സോ എങ്ങനെയെങ്കിലും എനിക്ക് ഈ സിറ്റുവേഷൻ മറികടന്നേ പറ്റൂ. മറ്റെന്തെങ്കിലും പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കും. അവളാണെങ്കിൽ ഉടനെ ആ സെക്യൂരിറ്റീസിന് നേരെ തിരിയും. ഇവരോട് ചോദിച്ച സത്യം എന്താണെന്ന് അറിയാൻ കഴിയും. അത് കേട്ട് ഇപ്പൊ അവനാണെങ്കിൽ അവളെ തടയും. അയ്യോ വേണ്ട, അവരിപ്പോ തന്നെ ഒരുപാട് വേദനയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അവർ കണ്ണു തുറന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം. ഉടനെ അവളാണെങ്കിൽ തീർത്ത് പറയും, ചീഫ് ജെറൂളിനെ ഞാനത് അറിയിക്കാൻ പോവാണ്, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോട്ടെ. ഉടനെ അവനാണെങ്കിൽ അപ്പോഴും അതിലിടപെടും. അവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്യുന്നത് കണ്ടില്ലേ? ഇപ്പൊ വെറുതെ അവരുടെ സന്തോഷം തല്ലിക്കെടുത്തണോ? അല്പസമയം കഴിയുമ്പോൾ ഇവർ കണ്ണു തുറക്കും. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും സ്നേഹപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളോട് പറയാം. അത് കേട്ട് വീണ്ടും അവൾ ടെററായിട്ട് അവനെ തന്നെ നോക്കും. അവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോകുമ്പോൾ അവൻ ടെററായിട്ട് നിൽക്കും. ലൂഫിയും അതുപോലെ തന്നെ സോറോയും അവർ രണ്ടുപേരും വരുന്നത് വരെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താൽ മതി. അതിനുശേഷം ലോക്കയെ തുറന്നുവിടാൻ ഞാനാണ് കാരണക്കാരനായതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും ഇവർ തല്ലിക്കൊല്ലും. അപ്പൊ ഞാൻ പൊട്ടിക്കരയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭയന്ന് കരയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വീഴുകയാണ് അവന്റെ തലയ്ക്കൊരടി. പല്ല് രണ്ടെണ്ണം തെറിച്ച് ചോര തുളുമ്പി അവൻ അങ്ങനെ താഴേക്ക് വീഴും. പോയ നമ്മുടെ പെണ്ണ് അവൾ തിരികെ വന്ന് അവന്റെ തലയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. നീ എന്തോ ഒന്ന് മറയ്ക്കുന്നോന്ന് എനിക്ക് മനസ്സിലായി, മര്യാദയ്ക്കത് പറയുന്നതാണ് നിനക്ക് നല്ലത്. അവനാണെങ്കിൽ ഷോക്കാവും. എൻ്റെ ഓസ്കാർ ആക്ടിങ്ങിൽ നീ വിശ്വസിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നെ വല്ലുന്ന ആക്ടിംഗ് ആണ് നീ നടത്തിയതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പൊ ആ സ്കൂള് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഷാംറോക്കും ടീമും അവരവിടേക്ക് നടന്നു വരിക. ആ കുട്ടികളാണെങ്കിൽ അവരെ കണ്ട് അത്ഭുതപ്പെടും. ഇവരാരാണ്? ഹ്യൂമൻസ് ആണോ? ഇവരെന്തിനായിരിക്കും ഇവിടേക്ക് വരുന്നതെന്ന് അവർ ചിന്തിക്കും.
ഓപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളെ നോക്കി ടെററായി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ്. അവരുടെ ലക്ഷ്യം ആ കുട്ടികളെ കടത്തിക്കൊണ്ട് പോവുക എന്നതാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.